ഓക്കെ, ഗുഡ് ഈവനിങ്. കേൾക്കാനുണ്ടല്ലോ അല്ലേ? അതുപോലെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഐ ഹോപ്പ് ദർ ഇസ് നോ ടെക്നിക്കൽ ഇഷ്യൂ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ഓക്കെ, നമ്മളിപ്പം ഇലക്ട്രോണിക്സിൽ തന്നെയുള്ള അനലോഗ് ഡിവൈസസിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒപ്പാമ്പിൽ നിന്നായിരുന്നു. ഒപ്പാമ്പിൻ്റെ ഇൻട്രൊഡക്ഷനിലായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷനായ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എക്സെട്ര നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ ഫിൽറ്റേഴ്സ്, ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഒപ്പാമ്പ് യൂസ് ചെയ്തിട്ട് ഫ്രീക്വൻസി സെലക്ടിവിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി സെലക്ഷൻ നടത്തുന്ന സർക്യൂട്ട്സുകളെയാണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ഫിൽറ്റേഴ്സ് യൂസിങ് ഒപ്പാമ്പ് എന്നുള്ള ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സിലേക്കാണ് വന്നത്. മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു വേവ് ജനറേഷൻ സർക്യൂട്ടുകളാണ്. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ തന്നെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടുകളെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സർക്യൂട്ടുകളെയാണ് മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ തന്നെ അസ്റ്റേബിൾ എന്നും മോണോസ്റ്റേബിൾ എന്നും ബൈസ്റ്റേബിൾ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അസ്റ്റേബിൾ എന്നും മോണോസ്റ്റേബിൾ എന്നും ബൈസ്റ്റേബിൾ എന്നും പറയുന്നത്? നമ്മൾ പറഞ്ഞു ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് സ്റ്റേബിൾ സ്റ്റേറ്റിനനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു. ദെൻ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഒപ്പാമ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തു. മീൻസ് ഒപ്പാമ്പിൽ ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കായ ബയാസിങ് ഓഫ് FET. ഓക്കെ, സോ നിങ്ങൾ ഇലക്ട്രോണിക്സ് എന്ന പേപ്പർ പഠിച്ച സമയത്ത് നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചാണ്. ട്രാൻസിസ്റ്റേഴ്സിൽ വരുന്നതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, BJT ആൻഡ് FET, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ്. നമുക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ബയാസിങ് ഓഫ് FET ആണ്. ബട്ട് ബിഫോർ മൂവിങ് ടു ദ ടോപ്പിക് ബയസിങ് ഓഫ് FET നമുക്ക് ആദ്യം FET എന്താണെന്ന് അറിയണം. എന്നാലേ നമുക്ക് അതിൻ്റെ ബയസിങ് ഓഫ് FET എന്താണെന്ന് അറിയാം. പിന്നെ മാത്രമല്ല, ഇങ്ങനൊരു ടോപ്പിക്ക് മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ FETനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസിസ്റ്റേഴ്സിൽ നിന്നും വരാം. ട്രാൻസിസ്റ്റേഴ്സിൽ നമ്മൾ കൂടുതലായിട്ട് കേൾക്കാറുള്ളതും അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള BJT ആയിരിക്കും അല്ലേ? അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ വരുന്ന എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസസിലും അല്ലെങ്കിൽ IC ചിപ്പിലൊക്കെ നമ്മൾ BJTനേക്കാളും കൂടുതൽ FET അല്ലെങ്കിൽ മോസ്ഫെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് BJTനെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ സ്പീഡും കൂടുതലാണ്. അതുപോലെ നമുക്കൊരു 50 അല്ലെങ്കിൽ ഒരു 100 BJT വയ്ക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഒരു 5000 FET വയ്ക്കാം. അത്രയും കുറച്ചുകൂടെ ഈസിയാണ് ലോജിക് ഗേറ്റ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് FET എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന് അണ്ടറിൽ വരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതിൽ തന്നെ BJT ഉണ്ട്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, FET ഉണ്ട്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് നോക്കാം. ഇതിന് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് FET ഈസ് എ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ്. പക്ഷേ BJT ഇറ്റ് ഈസ് എ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അത് നമുക്ക് ഡിഫറൻസ് നോക്കുമ്പോൾ പറയാം BJTയും FETയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. എനിവേ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മെയിൻ ടൈപ്സ്, ദാറ്റ് മീൻസ് ജംഗ്ഷൻ ഗേറ്റ് ഡിവൈസസ്, ദാറ്റ് ഈസ് JFETs ആൻഡ് ഇൻസുലേറ്റഡ് ഗേറ്റ് ഡിവൈസസ്. ഇറ്റ് ഈസ് കോൾഡ് IGFET ഓർ മോർ കോമൺലി നോൺ ആസ് മോസ്ഫെറ്റ്സ്. ഒരു മോസ്ഫെറ്റ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ FETനെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് JFETയും മറ്റുള്ളതിനെ മോസ്ഫെറ്റ് അഥവാ IGFET എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ IGFETയുടെ മറ്റൊരു പേരെന്തെന്ന് ചോദിക്കും. നമ്മൾ സാധാരണ മോസ്ഫെറ്റ് എന്ന് മാത്രമേ കേൾക്കാറുള്ളൂ, IGFET എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ
IGFET എന്ന് കേട്ടിട്ടില്ല എന്നല്ല, IGFET എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ഡിവൈസസ് ആണ്. പക്ഷേ മോസ്ഫെറ്റിൻ്റെ ഫുൾ നെയിം വരുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ്. അത് ഓർത്ത് വയ്ക്കാം. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ് മോസ്ഫെറ്റ്. അത് ഈ IGFETയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ IGFETനെ നമ്മൾ മോസ്ഫെറ്റിലാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ FET എന്താണ്? ഒരു വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസാണ്. അതും ഓർത്ത് വയ്ക്കാം. ദെൻ വീണ്ടും നമ്മൾക്ക് എന്താണ് ഇതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം FET നമ്മൾ രണ്ടാക്കുന്നു. വൺ ഈസ് JFET, അനദർ വൺ ഈസ് മോസ്ഫെറ്റ്. വീണ്ടും ഈ JFETനെ മോസ്ഫെറ്റിനും രണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന ക്യാരിയേഴ്സിനനുസരിച്ചിട്ട്, അതായത് ഇലക്ട്രോൺസ് ആണോ കൂടുതലുള്ളത് ഹോൾസ് ആണോ എന്നുള്ളത്. നമ്മളിപ്പോൾ BJTനകത്ത് പറയുമ്പോഴും N ചാനലുണ്ട് P ചാനലുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ NPN ഉണ്ട് PNP ഉണ്ട് നമ്മൾ പറയുന്ന സമയത്ത് അല്ലേ. BJT എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ BJTനകത്ത് നമ്മൾ NPNും PNPയും പറയുന്നത് പോലെ തന്നെ FETനകത്ത് എന്താണ് N ചാനലും P ചാനലും വേർഷനാണുള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പും ഡിപ്ലീഷൻ ടൈപ്പും. ഓക്കെ, അത്രയൊന്നും നിങ്ങൾക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ സൈഡൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, കാരണം സിലബസിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. ദെൻ അടുത്ത നമ്മൾ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ് എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞതുപോലെ തന്നെ FETനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. FETs have very high input resistance, so very little or no current flows into the input terminal, making them ideal for use of electronic switches. ഓക്കെ, ഈ BJTനേക്കാളും കൂടുതൽ നമ്മൾ FET ഉപയോഗിക്കാനുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. FETക്ക് അകത്ത് എന്താണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു സ്വിച്ചൊക്കെ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് ഡിവൈസസിൽ സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ FET പറ്റും. ദെൻ ഇനി അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇംപിഡൻസ് ഓഫ് മോസ്ഫെറ്റ് ഈസ് ഈവൻ ഹയർ ദാൻ ദാറ്റ് ഓഫ് JFET. അപ്പോൾ അതിൻ്റെ കാരണമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ മോസ്ഫെറ്റും ഉണ്ട്, നമ്മൾ പറഞ്ഞു FETനെ JFET എന്നും മോസ്ഫെറ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും. ഈ JFETയിലും പൊതുവേ FETകളിൽ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഈ മോസ്ഫെറ്റിന് FETനേക്കാളിലും ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ഡിവൈസസിനകത്ത് വരുന്നതാണ്. ഇൻസുലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണല്ലോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇൻപുട്ട് ഇംപിഡൻസ് JFETനേക്കാളിലും കൂടുതലാണ്. The reason നമ്മൾ പറയുന്നുണ്ട് the input impedance of MOSFET is even higher than that of JFET due to the insulating oxide layer and therefore static electricity can easily damage MOSFET devices, so care needs to be taken when handling them. അതൊക്കെ തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഡ്രോബാക്സിൽ പറയാവുന്നതാണ്. പക്ഷേ ഇത്രയും മനസ്സിലാക്കേണ്ടത് മോസ്ഫെറ്റ് ആണോ JFET ആണോ ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ മോസ്ഫെറ്റ് ആണ്. അത് മറന്നു പോകാണ്ടിരിക്കാൻ ഇത്രയും ആലോചിച്ചാൽ മതി. അവിടെ ഒരു മെറ്റൽ ഓക്സൈഡ് വരുന്നുണ്ട്. മെറ്റൽ ഓക്സൈഡ് എന്താണ് കണ്ടക്ടിവിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആലോചിച്ചാൽ മതി. നമ്മുടെ ഈ കോപ്പറൊക്കെ ഉണ്ടല്ലോ, കോപ്പറിനകത്തൊക്കെ നമുക്ക് ക്ലാഡ് പിടിച്ച്, കോപ്പർ നല്ല ഹൈലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റലാണ്. പക്ഷേ അതിൻ്റെ മുകളിലൊരു ക്ലാഡ് പിടിച്ച് കഴിഞ്ഞിട്ട് കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുക. ഈ ക്ലാഡ് പിടിക്കുക നമ്മൾ കൊളോക്കിയലി പറയുന്ന സംഭവം എന്താണ്, അവിടെ ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുകയാണല്ലോ. ആ ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് അവിടെ അതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് ഈ ഓക്സൈഡ് ലെയർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ക്ലാവ് പിടിച്ച കോപ്പറിൽ കണ്ടക്ടിവിറ്റി കുറയുന്നത്. ഓക്സൈഡ്സിൽ കണ്ടക്ടിവിറ്റി കുറയാനുള്ള കാരണത്തിന് ഈ ഒരു റിയൽ ടൈം എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവില്ല, മോസ്ഫെറ്റ് ആണോ JFET ആണോ ഇംപിഡൻസ് കൂടുതൽ എന്നുള്ളത്. പിന്നെ FET എന്തുകൊണ്ടാണ് BJTനേക്കാളിലും അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇറ്റ് ഹാസ് വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, വേറെയും കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് when no voltage is applied to the gate of enhancement FET the transistor is of off state similar to an open switch. നമ്മൾ ഒരു വോൾട്ടേജും ഇൻപുട്ടിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓഫ് സ്റ്റേറ്റിലാണ് നിൽക്കുക. അതൊക്കെ നമ്മൾക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് വരുന്ന കാര്യം തന്നെയാണ്. ഇൻപുട്ടിനകത്തൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് FET ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ഓഫ് സ്റ്റേറ്റ്. ഈ പറഞ്ഞതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് FET ഈസ് എ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇൻസുലേറ്റഡ് ഗേറ്റ് ഡിവൈസസ് ആണ് IGFET. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ് മോസ്ഫെറ്റ്. ദെൻ അടുത്തത് ഓർക്കേണ്ടത് FETക്ക് വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ആ FETയിൽ തന്നെ മോസ്ഫെറ്റിനാണ് JFETനേക്കാളും കൂടുതൽ ഇൻപുട്ട് ഇംപിഡൻസ് ബിക്കോസ് ദർ ഈസ് ആൻ ഓക്സൈഡ് ലെയർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്ത് വയ്ക്കേണ്ട പോയിൻറ്റ്സ്.
മാം യെസ്. ആ ഈ വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ മെയിൻ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ പറയാം അത്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മതിയോ? വഴിയെ പറഞ്ഞാൽ മതിയോ? മതി മാം. ഓക്കെ ഓക്കെ, ഞാൻ FETയുടെ സർക്യൂട്ട് എടുക്കുന്ന സമയത്ത് പറയാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ താങ്ക് യു. ഓക്കെ. ദെൻ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിനെ മെയിനായിട്ട് JFET എന്നും MOSFET എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ JFETനെ ഡിപ്ലീഷൻ മോഡ് എന്നും, നമുക്ക് ഡിപ്ലീഷൻ മോഡ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് N ചാനൽ ആൻഡ് P ചാനൽ. അതുപോലെ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ FETനെ ഡിപ്ലീഷൻ മോഡ് എന്നും എൻഹാൻസ്മെൻറ്റ് എന്നും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലും എന്തുണ്ട്? N ചാനൽ, P ചാനൽ, N ചാനൽ, P ചാനൽ. ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ JFETക്ക് ഡിപ്ലീഷൻ മോഡ് മാത്രമേ ഉള്ളൂ, മെറ്റൽ ഓക്സൈഡിന് ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്മെൻറ്റ് മോഡും ഉണ്ട്. പക്ഷേ ഇത്രയൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഇതിനകത്ത് താഴെ കാണുന്ന ഈ ഒരു സിമ്പിളാണ് നിങ്ങൾക്ക് ആവശ്യം വരിക. അതും മോസ്ഫെറ്റിൻ്റെത് വേണ്ടി വരില്ല, JFETൻ്റെതാണ്. അത് നോക്കി വെക്കണം. N ചാനലിൻ്റെയും P ചാനലിൻ്റെയും സിമ്പൽ എന്താണെന്നുള്ളത്. അതിനകത്ത് വരുന്നത് ഇവിടെ ഈ GDS എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രാൻസിസ്റ്ററിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനൽസ് ആണ് ബേസ്, എമിറ്റർ, കളക്ടർ. ഈ 3 ടെർമിനൽസ് ആണല്ലോ ട്രാൻസിസ്റ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ FETനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. ഈ 3 ടെർമിനൽസ് ആണ് FETയിൽ വരുന്നത്. ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സെക്കൻഡ് സിസ്റ്റം സ്റ്റക്ക് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു ക്യാരക്ടറൈസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സിമ്പിളാണ് നോക്കേണ്ടത് മെയിനായിട്ട്. ഈ പറയുന്ന സ്ലൈഡിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നോക്കൂ, ഇവിടെ ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. N ചാനലാണെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ ആരോ ഉള്ളിലോട്ടും, P ചാനലാണെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ ആരോ എന്ന് പറയുന്നത് പുറത്തോട്ടുമാണ്. ഓക്കെ, അത് നമ്മൾ BJTക്കകത്തും BJTയിൽ NPNലും PNPയിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് FETനകത്തും N ചാനലും P ചാനലും. പക്ഷേ അവിടെ സിമ്പിൾ വ്യത്യാസമുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല രീതിയിലും നമുക്ക് ഓപ്ഷനായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ഡയറക്റ്റായിട്ട് ചോദിക്കാം. ദെൻ നോക്കൂ, ഇവിടെ നമ്മൾ FETയും BJTനെയും കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കേൾക്കാനുണ്ടോ? ആ, ട്രാൻസിസ്റ്റേഴ്സിൽ NPN പുറത്തേക്കല്ലേ സിമ്പിൾ? അതെ. പക്ഷെ നമ്മൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആരോ മാർക്ക് പുറത്തേക്കും അകത്തേക്കും ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് FETക്കകത്ത് ഞാൻ പറയാം യൂണിപോളാറും ബൈപോളാറും വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആരോ മാർക്കിൻ്റെ വ്യത്യാസമാണ് NPNനും N ചാനലിനും P ചാനലിനും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, BJTക്കകത്ത് നമ്മൾ NPN ക്ലിയർ ആയോ? NPNനും PNPയും റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് അവിടെ ആരോ മാർക്ക് ഉള്ളിലോട്ടും പുറത്തേക്കും എന്നുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് സിമ്പിളിൻ്റെ കാര്യത്തിൽ. ദാറ്റ് മീൻസ് പിന്നെന്താ പറയുക, കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണോ കൂടുതൽ, പോൾസ് ആണോ കൂടുതൽ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളത് പറയുന്നത് അല്ലേ, NPN എന്നും PNP എന്നും പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ആരോ മാർക്കാണ്. അതുപോലെ തന്നെ FETയിലും ഇവിടെ നമ്മൾ സിമ്പിൾ വരയ്ക്കുമ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിൻറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആരോ മാർക്ക് ഉള്ളിലോട്ടും പുറത്തേക്കും ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തെറ്റാതെ മാറാതെ തന്നെ ഓർത്ത് വയ്ക്കാം.
ഓക്കെ. ഓക്കെ, എഫ് ഇ ടിയും ബി ജെ ടിയും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പം ആദ്യം തന്നെ പറയുന്നത് യൂണിപോളാർ ഡിവൈസാണ് എഫ് ഇ ടി എന്ന് പറയുന്നത്. ബി ജെ ടി എന്ന് പറയുന്നത് ബൈപോളാർ ഡിവൈസാണ്. യൂണിപോളാർ എന്ന് പറയുന്നത് ഒരു സമയം ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഹോൾസോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ക്യാരിയേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ബൈപോളാർ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസും ഉണ്ട് അതുപോലെ തന്നെ ഹോൾസും ഉണ്ട്. രണ്ടും എന്താണ് ക്യാരിയേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈപോളാർ ഡിവൈസ് എന്നും, ഇലക്ട്രോൺസ് മാത്രമോ അല്ലെങ്കിൽ ഹോൾസ് മാത്രമോ വരുന്നതിനെയാണ് നമ്മൾ യൂണിപോളാർ ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്ത വ്യത്യാസമാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസും കറണ്ട് കൺട്രോൾഡ് ഡിവൈസും. ഇതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച ഡൗട്ട്. വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസും കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഡിവൈസിൻ്റെ എന്താ പറയുക ഇൻപുട്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ കറണ്ട് ഫ്ലോ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ്. നേരെ മറിച്ച് അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇൻപുട്ടിനകത്ത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് ആ ഡിവൈസിൻ്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ഓക്കെ, ദെൻ അത് ക്ലിയർ ആയോ ആ ഡൗട്ട്? വോൾട്ടേജ് കൺട്രോൾഡും കറണ്ട് കൺട്രോൾഡും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ബി ജെ ടിയുടെ ഒക്കെ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഐ ബി ഏതാണോ ഇൻപുട്ട് കറണ്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്താറുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ വരുമ്പോൾ എഫ് ഇ ടിനകത്ത് വരും നമ്മൾ വി ജി എസ് അല്ലെങ്കിൽ വി ഡി എസ് വോൾട്ടേജ് ആണ് അതിനെ എന്താ പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നതിന് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസും കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് ഇ ടിക്കകത്ത് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണെന്നുള്ളത്. അത് തന്നെയാണ് ബി ജെ ടിനെ ഓവർ എഫ് ഇ ടിയുടെ ഏറ്റവും വലിയ എന്താ പറയുക അഡ്വാൻറ്റേജ് എന്നും പറയുന്നത്. അതുപോലെ ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ബി ജെ ടിയിൽ. ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റിയാണ് എഫ് ഇ ടിക്ക്, ലോ തെർമൽ സ്റ്റെബിലിറ്റിയാണ് ബി ജെ ടി. നിങ്ങൾ തെർമൽ റൺ അവേ എന്നൊക്കെ പറഞ്ഞുള്ള ടേം പഠിച്ചിട്ടുണ്ടാകും. അതൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കുക, എഫ് ഇ ടിക്കാണ് ബി ജെ ടിനേക്കാളും കൂടുതൽ ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി വരുന്നത്. അതുപോലെ ഹൈ സ്വിച്ചിങ് സ്പീഡ് വരുന്നത് എഫ് ഇ ടിയിലാണ്, പി ജെ ടിയിൽ ലോവർ സ്വിച്ചിങ് സ്പീഡാണ്. ദെൻ ലെസ് നോയ്സി, മോർ നോയ്സി, ഈസി ടു ഫാബ്രിക്കേറ്റ്, ഡിഫിക്കൽട്ട് ടു ഫാബ്രിക്കേറ്റ് ഓൺ ഐ സി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഒരു ബി ജെ ടി വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റൊക്കെ ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഗേറ്റൊക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 ഗേറ്റൊക്കെ ആവശ്യമുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കതിൻ്റെ 10,000 ഗേറ്റുകൾ വേണമെങ്കിൽ ഒരു സിംഗിൾ ചിപ്പിനകത്ത് എന്ത് ചെയ്യാം, എഫ് ഇ ടി വെച്ചിട്ട് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള സിംബൽസ് ആണ് കാണിക്കുന്നത്. ജെ എഫ് ഇ ടി, അതിൽ തന്നെ എൻ ചാനലുണ്ട്, പി ചാനലുണ്ട്. ഓക്കെ, മോസ്ഫെറ്റിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ് ഈ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജെ എഫ് ഇ ടിയിൽ നിന്ന് മോസ്ഫെറ്റിലേക്ക് വരുമ്പോൾ ഈ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഗ്യാപ്പ് കൊടുത്തിട്ടാണ്. അത് തന്നെ എന്താണ് കണക്ഷൻ ഇല്ലാത്ത 3 ലൈൻസാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. മോസ്ഫെറ്റ് പക്ഷേ നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല എന്നിരുന്നാൽ പോലും സിമ്പിളൊക്കെ ചോദിച്ചേക്കാം. അതൊക്കെ അത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഈ 4 സിമ്പിൾസും തെറ്റാതെ തന്നെ ഓർത്ത് വയ്ക്കുക. ദെൻ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ബയാസിങ് ഓഫ് ആൻ എഫ് ഇ ടി ആണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബയാസിങ് ഒക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എഫ് ഇ ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണ് ചോദിക്കുക. സോ ഇതെന്തായാലും പഠിച്ചു വെക്കാം. ഓക്കെ, ഇതൊക്കെ ശരിക്കും ഡിറൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർക്യൂട്ടിനകത്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത്തരത്തിലൊന്നും പഠിക്കാനുള്ളൊരു സമയമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ആ എക്സ്പ്രഷൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കുക, ഫോർ ഓൾ എഫ് ഇ ടീസ് ഐ ജി ഈക്വൽ ടു, അതായത് ഐ ജി എന്ന് പറഞ്ഞാൽ ഗേറ്റ് കറണ്ട്, ഐ ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ കറണ്ട്, ഐ എസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കറണ്ട്. ഓക്കെ, ഐ ജി ഈസ് അപ്രോക്സിമേറ്റ്ലി 0 ആംപിയർ, ഐ ഡി ഈക്വൽ ടു ഐ എസ്. അതുപോലെ തന്നെ ഡ്രെയിൻ കറണ്ട് ഐ ഡി ഈക്വൽ ടു ഐ ഡി എസ് എസ് ഇൻറ്റു 1 മൈനസ് വി ജി എസ് ബൈ വി പി ദ ഹോൾ സ്ക്വയർ. ഇതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ മോസ്ഫെറ്റിൻ്റെ ഇതൊന്ന് ഈ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഐ ഡി ഈക്വൽ ടു ഐ ഡി എസ് എസ് ഇൻറ്റു 1 മൈനസ് വി ജി എസ് ബൈ വി പി ദ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ട്രാൻസിസ്റ്ററിനകത്ത് അല്ലെങ്കിൽ ബി ജെ ടിയിൽ ബീറ്റ എന്നൊരു ടേം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ് എഫ് ഇ ടിയിൽ നമ്മൾ ട്രാൻസ് കണ്ടക്റ്റൻസ് അഥവാ ജി എം എന്നുള്ള ടേം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ഡി ബൈ ഡെൽറ്റ വി ജി എസ്. ഈ ട്രാൻസ് കണ്ടക്റ്റൻസും അതുപോലെ എഫ് ഇ ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ്.
ദാറ്റ് മീൻസ് ഫീഡ്ബാക്ക് ഫാക്ടർ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. അതിന് GM എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ID ബൈ ഡെൽറ്റ VGS. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വരുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ടെർമിനലിനകത്താണ്. ഡ്രെയിന് സോഴ്സ് കാണുന്നില്ലേ, ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു VGG എന്ന് കാണുന്നുണ്ടല്ലോ, അതായത് അല്ലെങ്കിൽ VGS ആയിരിക്കും ഇത്. ദാറ്റ് മീൻസ് എന്താണ്, വോൾട്ടേജ് അക്രോസ് ഗേറ്റ് ആൻഡ് സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറയില്ല വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് ഇതിന് പറഞ്ഞു. നമ്മളൊരു ഇൻപുട്ടിനകത്ത് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ നമ്മൾ VDD വോൾട്ടേജിനെ തന്നെയാണ് ഔട്ട്പുട്ടിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇത് നിങ്ങൾ നോക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി, സിമ്പൽ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ സർക്യൂട്ട് നോക്കേണ്ടത് ബയാസിങ് സർക്യൂട്ട്സ് ആണ്. അത് ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ബയാസിങ്ങിന് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതുമായി FETയിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ ഈ FETക്കകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിലേക്ക് എത്തും. ഓക്കെ, നമുക്ക് ഈ ഇവിടെ കൊടുത്തിട്ട് ഈ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെയും ഔട്ട്പുട്ട് കർവിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET എന്ന് പറയുന്നത്. അതിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ID വേഴ്സസ് VDS ആണ്, അതായത് ഡ്രെയിൻ കറണ്ട് വേഴ്സസ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്യുന്നത്. അവിടെ തന്നെ എന്താണ് VGSനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക ചെയ്യുന്നത്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഡ്രെയിനിൻ്റെ കറണ്ടും അതുപോലെ ഡ്രെയിൻ സോഴ്സിന് ഇടയ്ക്കുള്ള വോൾട്ടേജും എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ID വേഴ്സസ് VDS ആണ്. ഓക്കെ, ID വേഴ്സസ് VDS ആണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ID എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് വി കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ദ ഡ്രെയിൻ വോൾട്ടേജ് ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഗെറ്റ്സ് ഇൻക്രീസ്ഡ് മോർ റാപ്പിഡ്ലി ദാൻ that towards source terminal. After certain drain voltage, the depletion layer towards drain terminal touches each other. This voltage is known as pinch off voltage. അതായത് നമ്മൾ NPN അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ലെയറിനും തമ്മിലുള്ള ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് എന്താ പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിപ്ലീഷൻ റീജിയൻ കുറഞ്ഞ് ഇത് രണ്ടും ടച്ച് ചെയ്യുന്ന കേസിൽ വരുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റിലേക്ക് നിൽക്കും. ആ കോൺസ്റ്റൻറ്റിൽ നിൽക്കുമ്പോൾ പിന്നെ അവിടെ എന്ത് വരുന്നില്ല, കറണ്ടിൻ്റെ ഇൻക്രീസോ ഒന്നും നടക്കുന്നില്ല, അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരികയാണ്. ആ ഒരു റീജിയനെയാണ് നമ്മൾ, ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ പിഞ്ച് ഓഫ് വോൾട്ടേജ് അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് VDD മൈനസ് IDSS ഇൻറ്റു RD എന്നാണ്. ഇവിടെ ഈ പിഞ്ച് ഓഫ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ VP ഈക്വൽ ടു VDD മൈനസ് IDSS ഇൻറ്റു RD എന്നുള്ള എക്സ്പ്രഷനും അതുപോലെ തന്നെ ഇൻപുട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ ID വേഴ്സസ് VDS അറ്റ് VGS ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ഇതിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ JFETൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലാണെന്നുള്ള ചോദിക്കും. ദാറ്റ് ഈസ് ID വേഴ്സസ് VDS അറ്റ് VGS ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അത്രയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ വരുന്നത് പിഞ്ച് ഓഫ് വോൾട്ടേജിൻ്റെ കാര്യമാണ്. ഇതിനകത്ത് ഈ പിഞ്ച് ഓഫ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കും മിക്കവാറും ഡയറക്റ്റ് ചോദിക്കുക. ദാറ്റ് ഈസ് VP ഈക്വൽ ടു VDD മൈനസ് IDSS ഇൻറ്റു RD. ഈ ഒരു ഇക്വേഷനാണ് പിഞ്ച് ഓഫ് വോൾട്ടേജുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫും കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ID വേഴ്സസ് VG ആണ് എന്ത്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫിൻ്റെ ആക്സിസുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫിൻ്റെ ആക്സിസുകൾ ഏതാണെന്നുള്ളതും ഇതാണ് ഇവിടെ ഡയറക്റ്റ് തന്നെ ചോദിക്കും. ദാറ്റ് ഈസ് ID വേഴ്സസ് VGS ഈസ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ JFET ആൻഡ് ID വേഴ്സസ് VDS is the input characteristics of a JFET at constant VGS equal to constant ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ പിഞ്ച് ഓഫ് വോൾട്ടേജും, അതായത് ഏത് പെർട്ടിക്കുലർ വോൾട്ടേജിലാണോ
ഐ ഡി കോൺസ്റ്റൻ്റ് ആകുന്നത്, കറണ്ട് കോൺസ്റ്റൻ്റ് ആകുന്നത്, ആ വോൾട്ടേജിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VDD മൈനസ് IDSS ഇൻറ്റു RD എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ ഈ എക്സ്പ്രഷൻസിൽ ഡ്രെയിൻ കറണ്ട് ID ഈക്വൽ ടു IDSS ഇൻറ്റു 1 മൈനസ് VGS ബൈ VP ദ ഹോൾ സ്ക്വയർ. VGS എന്ന് പറഞ്ഞാൽ ഗേറ്റ് സോഴ്സ്, ഈ എക്സ്പ്രഷൻസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളതിൽ ഈ പവർ ഡിസിപ്പേഷൻ വരെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ദാറ്റ് ഈസ് ഡ്രെയിൻ കറണ്ട് IDയുടെ എക്സ്പ്രഷൻ നോക്കുക. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS ഈക്വൽ ടു VP ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് ID ബൈ IDSS. ഇത് തമ്മിലൊക്കെ മാറി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, ഒരു ഹിൻഡ് വെച്ചിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് അതിനകത്തുനിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ ഫിസിക്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിയുണ്ടാവുമായിരിക്കും. അതുപോലെ പവർ നമുക്കറിയാവുന്നതാണ് VI എന്നുള്ള P ഈസ് ഈക്വൽ ടു VI ആണല്ലോ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ PD ഈക്വൽ ടു VDS ഇൻറ്റു ID, മൂന്ന് എക്സ്പ്രഷനും എന്തായാലും നോക്കി വയ്ക്കാം. ദെൻ ഇനിയാണ് നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇത്രയും നമ്മൾ FETയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബയാസിങ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് FET എന്നുള്ളതും അതിൻ്റെ സിമ്പലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനിയാണ് ബയാസിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബയാസിങ് എന്താണെന്ന് നോക്കാം. ബയാസിങ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് DC വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ടു എസ്റ്റാബ്ലിഷ് ഫിക്സഡ് ലെവൽ ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട്. അതായത് നമുക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു FETയുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അഥവാ Q പോയിൻ്റ് എന്നാണ് പറയുക. ഈ Q പോയിൻ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിന് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നത്. അതായത് വോൾട്ടേജിനെയും കറണ്ടിനെയൊക്കെ നമ്മളുടെ അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ FETയുടെ സർക്യൂട്ടിനകത്ത് ചില കമ്പോണൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സിന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ട്യൂൺ ചെയ്തെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ FET വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സോ അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ബാറ്ററിയോ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഡിവൈസിനെ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്യുന്ന രീതിക്കാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. ബയാസിംഗ് എന്ന് പറയുമ്പോൾ സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ ഓഫ് എ സർക്യൂട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു FET സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനെ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലൊക്കെ കണക്ഷൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് Q പോയിൻറ്റിനെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ നമ്മളുടെ ആപ്ലിക്കേഷനനുസരിച്ചിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 3 കോൺഫിഗറേഷൻസാണ് FET ബയാസിങ്ങിൽ ഉപയോഗിക്കുന്നത്. അത് വൺ ഈസ് ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ, സെൽഫ് ബയാസ് കോൺഫിഗറേഷൻ, വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷൻ. നിങ്ങളിത് BJTനകത്ത് നിങ്ങളിത് പഠിച്ചു കാണും. ബൈപോളാർ ട്രാൻസിസ്റ്ററിനകത്തും നിങ്ങൾ ബയാസിങ് പഠിച്ചിട്ടുണ്ട്. അവിടെ ഈ ഫിക്സഡ് ബയാസും സെൽഫ് ബയാസും വോൾട്ടേജ് ഡിവൈഡറും പിന്നെന്താണ് എമിറ്റർ ഫോളോവർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിലൊക്കെ ബയാസിങ് BJTയിനകത്തും പഠിച്ചിട്ടുണ്ട്. ഇതേ സംഭവം തന്നെയാണ് FETനകത്തും വരുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷനാണ് നോക്കുന്നത്. ഇത് കുറച്ചൊരു കയറാൻ ഇത്തിരി പ്രയാസമുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. PSC ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഇതിനകത്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ FETയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ FETയും BJTയും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സിമ്പൽ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് FETയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ബയാസ് കോൺഫിഗറേഷനകത്ത് അതിൻ്റെ വർക്കിംഗ് ഒന്നല്ല കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത്. പകരം ഇതിൻ്റെ സർക്യൂട്ട് നോക്കണം.
എന്ത് മാറ്റമാണ് നമ്മൾ സർക്യൂട്ടിൽ ഓരോ ബയാസ് ചെയ്യുമ്പോഴും എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് അത് നോക്കി വെക്കണം. അതാണ് ഇതിനകത്ത് ചോദിക്കുക. അല്ലാതെ ഇതിൻ്റെ കൂടുതൽ ഓപ്പറേഷൻസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. പകരം ഈ സർക്യൂട്ട് ചോദിച്ചേക്കാം, അതുപോലെ ഈ ഇക്വേഷൻസും ചോദിച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്താണ് ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കാം ഇവിടെ എന്താണുള്ളത്. ഒരു ഗേറ്റിനകത്ത് അല്ലെങ്കിൽ ഇൻപുട്ടിനകത്ത് നമുക്കിവിടെ ഒരു VGG ഒരു ബാറ്ററീനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്, റെസിസ്റ്റർ വരുന്നുണ്ട്, ദെൻ കപ്പാസിറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്കൊരു RD ഡ്രെയിൻ റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നു. ഇതാണ് ഇതിൻ്റെ ഡ്രെയിൻ, പിന്നെ സോഴ്സ്, ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഗേറ്റിനും ഗ്രൗണ്ടിനും ഇടക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗേറ്റിനും ഗ്രൗണ്ടിനും അടക്കം നമുക്കിവിടെ ഒരു ബാറ്ററി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബാറ്ററിയാണ് എന്ത് ഈ പേര് ഇതിന് കൊടുക്കുന്നത് ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ എന്ന് പറയാൻ കാരണം നോക്കൂ, ദിസ് ഈസ് ഡൺ ബൈ ഇൻസെർട്ടിങ് എ ബാറ്ററി ഇൻ ദ ഗേറ്റ് സർക്യൂട്ട്. നമ്മൾ കണ്ടു ഇവിടെ ഒരു ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദി ഗേറ്റ് ടെർമിനൽ. ഓക്കെ, അത് നമുക്കിവിടെ ഈ പിക്ചറിന് കാണാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് കണക്റ്റഡ് ഇൻ ടു ദി ഗേറ്റ്. Then as the gate current in JFET is almost zero, there would be no voltage drop across the input gate resistance. ദാറ്റ് മീൻസ് നമ്മളിവിടെ JFETയിൽ കൊടുക്കുന്ന ഗേറ്റ് കറണ്ട് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇൻപുട്ട് ഗേറ്റ് റെസിസ്റ്റൻസിനകത്ത് അത് 0 ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ഡ്രോപ്പ് ചെയ്ത് പോകാനില്ലല്ലോ. ഓക്കെ, ഹാൻസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ബാറ്ററി ഡയറക്ട്ലി റീച്ചസ് ടു ദി ഗേറ്റ് ടെർമിനൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾക്ക് ഗേറ്റിനകത്തേക്ക് എത്തുകയാണ്. ദാറ്റ് മീൻസ് അവിടെ ഒരു റെസിസ്റ്റർ ഉള്ളതായിട്ട് കണക്കാക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ഗേറ്റിനകത്തേക്ക് കംപ്ലീറ്റ് എന്താണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അവിടെ എത്തുകയാണ്. അതായത് ദാറ്റ് മീൻസ് -VGG നമ്മുടെ ഗേറ്റിനകത്തേക്ക് എത്തുകയാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫിക്സഡ് ബയാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഡൺ ബൈ ഇൻസെർട്ടിങ് എ ബാറ്ററി ഇൻ ദ ഗേറ്റ് സർക്യൂട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഗേറ്റിൽ ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. Then the corresponding drain current and a drain to source voltage would be output operating point of the transistor. ഇത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടതാണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ഡ്രെയിൻ കറണ്ട് ദാറ്റ് മീൻസ് ID ആൻഡ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് VDSനും IDക്കും കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ മീൻസ് ID വേഴ്സസ് VDS ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ബയാസിനകത്ത് ഫിക്സഡ് ബയാസ് ഇസ് ഗിവൺ ബൈ യൂസിങ് എ ബാറ്ററി. ദിസ് ബാറ്ററി എൻഷുവേഴ്സ് ദ ഗേറ്റ് ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. ദെർഫോർ നോ ഗേറ്റ് കറണ്ട് ഫ്ലോസ് ത്രൂ ദി RG, ദാറ്റ് ഇസ് ഗേറ്റ് കറണ്ട് IG ഈക്വൽ ടു 0. അപ്പോൾ ഈ ഫിക്സഡ് ബയാസിൽ നോക്കേണ്ടത് ഒന്ന് ഈ സർക്യൂട്ടിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഈ സർക്യൂട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ IG ഈക്വൽ ടു 0. ഫിക്സഡ് ബയാസിനകത്ത് IG എന്താണെന്ന് ചോദിച്ചേക്കാം. ദാറ്റ് ഈസ് IG ഈക്വൽ ടു 0 ആണെന്നുള്ളത് നോക്കാം. ദെൻ VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു -VGG. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു -VGG ആണെന്നുള്ള എക്സ്പ്രഷൻ നോക്കി വെക്കുക. അതുപോലെ തന്നെ VDS ഈക്വൽ ടു VDD -IDRD. ഈ എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കാണാതെ തന്നെ പഠിച്ചു വെക്കുക. കാരണം ഇത് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, ഡിറൈവ് ചെയ്തിട്ടും ഇതൊന്നും ചെയ്യാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് ഈ എക്സ്പ്രഷൻസ് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പഠിക്കാം. അതായത് ഫിക്സഡ് ബയാസ് ഉണ്ട്, സെൽഫ് ബയാസ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ഉണ്ട്. ഈ മൂന്നെണ്ണത്തിലുള്ള എക്സ്പ്രഷൻസ് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. വേറെ ഒന്നും ഇതിനകത്ത് നിവൃത്തിയില്ല. പിന്നെ എന്താ പറയുക, മനസ്സിലാക്കിയിട്ടും എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ടെന്ന് ആവശ്യം നിങ്ങൾക്കില്ല, സമയമില്ലാത്തത് കൊണ്ട് ഇത് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട്, അതായത് ഫിക്സഡ് ബയാസിൻ്റെ ഒരു സർക്യൂട്ട് വരയ്ക്കുക, സെൽഫ് ബയാസിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക, ദെൻ എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡിവൈഡറിൻ്റെയും സർക്യൂട്ട് വരയ്ക്കുക. അപ്പോൾ സർക്യൂട്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ അതിനകത്ത് വരുന്ന എക്സ്പ്രഷൻസും ഇതുപോലെ കമ്പയർ ചെയ്ത് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫിക്സഡ് ബയാസിനകത്തുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്നുമില്ല, നമുക്ക് എന്താണ് ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, RDയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക അവിടെ ഗേറ്റിലുള്ള RGയുടെ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. ദെൻ VPയും IDSS ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് VGSും IDയും VDSും കാണാനാണ്. നമുക്കറിയാം VGSൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, VGS ഇസ് ഈക്വൽ ടു -VGG ആണെന്ന് നമ്മൾ തൊട്ടു. VGS ഈക്വൽ ടു -VGG ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക്
വി ജി ജി എന്താണെന്നുള്ളത് വി ജി എസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ദെൻ വി ജി എസ് ഈക്വൽ ടു -2 വോൾട്ടാണ്. വി ജി എസ് ഈക്വൽ ടു -2 വോൾട്ടാണ്. ഇവിടെ നമുക്ക് ഈ ബാറ്ററിയിൽ 2 വോൾട്ട് അല്ലേ കൊടുത്തിട്ടുള്ളത് വി ജി എസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ജി ജി എന്ന് പറയുമ്പോൾ മൈനസ് ഉള്ളത് കൊണ്ട് -2 വോൾട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഐ ഡി ഈക്വൽ ടു IDSS into 1 minus VGS by VP the whole square എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഐ ഡി കാണാൻ പറ്റും. അതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വി ഡി എസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വി ഡി എസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി ആണെന്നുള്ളത്, അല്ലെങ്കിൽ വി ജി എസ് മൈനസ് വി പി എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, കാരണം നമുക്ക് വി ജി എസും ഇവിടെ വി പി ആണ് അറിയുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷനും നിങ്ങൾ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം കൂടെ അതിൻ്റെ കൂടെ നോട്ട് ചെയ്യാം. വി ഡി എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ജി എസ് മൈനസ് വി പി എന്നുള്ളത്. ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്, ഈസി തന്നെയാണ്. ഒരു പക്ഷേ ഇങ്ങനെ സർക്യൂട്ടിൽ വാല്യൂസ് തന്നിട്ട് കാണാൻ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടും നിങ്ങളെടുത്ത് ഐ ഡിയോ അല്ലെങ്കിൽ വി ജി എസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം വരാനും സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബയാസിങ് ആയിട്ടുള്ള ഫിക്സഡ് ബയാസ് ആണ് ആദ്യം നോക്കിയത്. ഫിക്സഡ് ബയാസിനകത്ത് നമ്മൾ കണ്ടത് എന്താണ്, ഗേറ്റിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വോൾട്ടേജിന് ഫിക്സ് ചെയ്ത് വെക്കാം. അവിടെ ഒരു മാറ്റവും വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഫ്ലക്ച്വേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ബാറ്ററിയിൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസിസ്റ്ററിന് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കിട്ടിയ എക്സ്പ്രഷൻസും നമ്മൾ നോക്കി. ദെൻ ഇനി വരുന്നത് സെൽഫ് ബയാസ് കോൺഫിഗറേഷൻ ആണ്. സെൽഫ് ബയാസ് കോൺഫിഗറേഷനിനകത്ത് നമുക്ക് ഫിഗറിലോട്ട് വരുമ്പോൾ മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഹിയർ വൺ റെസിസ്റ്റൻസ് ആർ എസ് ഇസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ സോഴ്സ് ടെർമിനൽ ആൻഡ് ഗ്രൗണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് ഗേറ്റിനകത്തും ഗ്രൗണ്ടിനും ഇടയ്ക്കൊരു ബാറ്ററി ആയിരുന്നു. ഈ സെൽഫ് ബയാസിലേക്ക് വരുമ്പോൾ ആ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പകരം നമുക്ക് കാണാൻ പറ്റുന്നത് സോഴ്സിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് എന്താണ്, ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. സി ഫിക്സഡ് ബയാസിനകത്ത് സോഴ്സിനും ഗ്രൗണ്ടിനും ഇടയ്ക്കും ഒരു കമ്പോണൻറ്റും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ സെൽഫ് ബയാസിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, സോഴ്സിലും ഗേറ്റിനും ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സോഴ്സിനും ഗ്രൗണ്ടിനും ഇടയ്ക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫിക്സഡ് ബയാസിനകത്ത് ഒരു ബാറ്ററിയാണ് അതിൻ്റെ ബയാസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽഫ് ബയാസിനകത്ത് അതിനെ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആർ എസ്, ദാറ്റ് മീൻസ് എ റെസിസ്റ്റൻസ് കണക്റ്റഡ് അക്രോസ് സോഴ്സ് ആൻഡ് ഗ്രൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൽഫ് ബയാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കൂടുതലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയം എഫിഷ്യൻസി അല്ലെങ്കിൽ മീഡിയം ആയിട്ട് ക്യൂ പോയിൻറ്റ് ഓപ്പറേഷൻ പോയിൻറ്റിന് നമുക്ക് സ്റ്റേബിളാക്കി നിർത്താൻ പറ്റാവുന്ന ഒരു കോൺഫിഗറേഷനാണ് സെൽഫ് ബയാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. വി എസ് ഈക്വൽ ടു, അതായത് സോഴ്സ് വോൾട്ടേജ് ഈക്വൽ ടു ഐ ഡി ഇൻറ്റു ആർ എസ്, ഈ എക്സ്പ്രഷൻ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ here the gate terminal is also grounded through the resistance Rg, as there is no gate current, zero ground potential appears at the gate terminal. ഇവിടെ നമുക്ക് ബാറ്ററി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, വി ജി എന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്, ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ജി എസ് ഈക്വൽ ടു മൈനസ് ഐ ഡി ആർ എസ് ആൻഡ് വി ഡി എസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് പ്ലസ് ആർ ഡി. ഈ എക്സ്പ്രഷൻസ് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇത് കൂടുതൽ എല്ലാം കൂടെ പഠിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. അതിനകത്ത് ഈ സ്റ്റെപ്സുകളൊന്നും നോക്കണ്ട. വി ജി എസ് ഈക്വൽ ടു മൈനസ് ആർ ഡി ആർ എസ് എന്നുള്ളതും വി ഡി എസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് പ്ലസ് ആർ ഡി എന്നുള്ളതും നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഫിക്സഡ് ബയാസിനകത്ത് പറഞ്ഞപ്പോൾ വി ജി എസിൻ്റെയും വി ഡി എസിൻ്റെയും എക്സ്പ്രഷനാണ് നോക്കാൻ പറഞ്ഞത്. ദെൻ ഇവിടെയും വരെ വി ജി എസിൻ്റെയും വി ഡി എസിൻ്റെയും എക്സ്പ്രഷൻ തന്നെയാണ്, പക്ഷേ ഇക്വേഷൻസ് മാറ്റമുണ്ട്. ഇവിടെ വി ജി എസ് ഈക്വൽ ടു മൈനസ് വി ജി ജി ആണ്. സെൽഫ് ബയാസിലേക്ക് വരുമ്പോൾ വി ജി എസ് ഈക്വൽ ടു മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ്, ദാറ്റ് മീൻസ് ഡ്രെയിൻ കറണ്ട് ഇൻറ്റു സോഴ്സ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഡി ഡി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് പ്ലസ് ആർ ഡി എന്നുള്ളതാണ്. ഈ രണ്ട് എക്സ്പ്രഷൻസും ആണ് സെൽഫ് ബയാസ് എഫ് ഇ ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മൾ ബയാസിങ്ങിനകത്തുള്ള
ഫിക്സഡ് ബയാസും അതുപോലെ തന്നെ എന്താണ് സെൽഫ് ബയാസും ആണ് നോക്കിയത്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ബയാസിനകത്ത് എന്താണ് ഒരു ബാറ്ററിയാണ് ഇൻപുട്ടിനകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ബാറ്ററിയാണ് അതിനകത്ത് ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തൊരു അഡീഷണൽ കമ്പോണൻ്റ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത്. പക്ഷേ കമ്മിങ് ടു സെൽഫ് ബയാസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് സോഴ്സിനകത്തും ഗ്രൗണ്ടിനും ഇടയ്ക്ക് എന്താണ് ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് അവിടെ ബയാസിങ് കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെന്താ ഓരോന്നിൻ്റെ VGSൻ്റെയും VDSൻ്റെയും എക്സ്പ്രഷൻസ് നോക്കണം എന്ന് പറഞ്ഞു. സർക്യൂട്ടിൽ വന്ന മാറ്റം നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെൽഫ് ബയാസ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതിനകത്ത് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ബയാസിനകത്ത് ഇതുപോലെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിക്സഡ് ബയാസ് എന്നല്ല മറ്റുള്ളതിലൊക്കെ ഇതുപോലെ തന്നെ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വന്നേക്കാം. വളരെ റെയറായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു ചാൻസ് നമ്മൾ എന്ത് ചെയ്യരുത്, അതുകൊണ്ട് വിട്ട് കളയരുത്. ഈസിയാണ്. സർക്യൂട്ട് കാണുമ്പോഴും അതിനകത്തുള്ള എന്താണ് ഇതൊക്കെ വാല്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ലോ. പക്ഷേ ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ പ്ലേസ് ചെയ്താൽ കിട്ടാവുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് വിട്ട് കളയരുത്. ഇതെല്ലാം പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് തന്നെ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഈ 3 സർക്യൂട്ടുകളും എന്ത് ചെയ്യുക, വരച്ച് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, ഒരു ബേസിക് ആയിട്ടുള്ളത് എടുക്കാം. എന്നിട്ട് എവിടെയാണോ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഓരോന്നിൻ്റെതും ഡിഫറൻസ് ചെയ്തിട്ട് തന്നെ വരച്ച് നോക്കുക. അതിൻ്റെ എക്സ്പ്രഷൻസും നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ബയാസിംഗ് എന്ന് പറയുന്നത് FETയിൽ 3 തരത്തിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഫിക്സഡ് ബയാസ്, മറ്റൊരു സെൽഫ് ബയാസ്. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്നുള്ളത്. അപ്പോൾ ആദ്യം വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. 2 റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്തിട്ട് അതിന് അക്രോസിൽ ഒരു വോൾട്ടേജ് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു ടെർമിനലിൽ നമ്മളൊരു ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 2 സീരീസിൽ കണക്ട് ചെയ്ത റെസിസ്റ്റേഴ്സിന് അക്രോസിൽ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്താണ് നടുക്ക് അല്ലെങ്കിൽ ഈ 2 റെസിസ്റ്റൻസിൻ്റെയും നടുക്ക് നമ്മളൊരു ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ R1 എന്നും R2 എന്നുള്ള 2 റെസിസ്റ്റേഴ്സും എന്താണ് സീരീസിൽ കണക്ട് ചെയ്തത് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു VIN കൊടുത്തിട്ടുള്ളതും കാണാം. ഇവിടെ നിന്ന് നമ്മൾ Vout അല്ലെങ്കിൽ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. ആ ഒരു കേസിൽ എന്താണ് Vout അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഈ എക്സ്പ്രഷൻ നിങ്ങൾ വോൾട്ടേജ് ഡിവൈഡറൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. Vout is equal to VIN into R2 by R1 plus R2. ഇവിടെ VIN എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് R1 വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ശരിക്കും VIN ഓപ്പോസിറ്റിലുള്ള റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എടുക്കാറുള്ളത്. അതായത് VIN into R2 by R1 plus R2. നമ്മളെടുത്ത് ഇവിടെയാണ് ഒരു VIN കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VIN എന്തായിരിക്കും, Vout എന്തായിരിക്കും, VIN into R1 divided by R1 plus R2. ഇങ്ങനെയാണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ മെഷർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട് എന്താണെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനിലേക്ക് വരികയാണ്. ഫിക്സഡ് ബയാസും സെൽഫ് ബയാസും പഠിച്ചു. ഇനി നമുക്ക് വരുന്നത് വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ റെസിസ്റ്റൻസ് ഇൻ സീരീസ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനിൽ വരുമ്പോൾ നോക്കാം, ഇതിനകത്ത് FETയുടെ കൂടെ രണ്ട് റെസിസ്റ്റേഴ്സിന് സീരീസിൽ, അതായത് R1 R2 എന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്റേഴ്സിന് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ RD എന്നും RS എന്നുള്ള എന്താണ് റെസിസ്റ്റേഴ്സ് സോഴ്സിൽ നിന്നും ഡ്രെയിനിൽ നിന്നും, അതായത് നമ്മൾ സെൽഫ് ബയാസിങ്ങിനകത്തുള്ള ഈ RS എന്നുള്ള റെസിസ്റ്റർ അവിടെ നിൽക്കുകയാണ്, അതിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോഴ്സ് ടു ഗ്രൗണ്ട് RS റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഡ്രെയിനിൽ നിന്നും ഒരു ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും.
ഹിയർ കണ്ടോ, സെൽഫ് ബയാസിനകത്തുള്ള ഈ ഭാഗത്തിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് സൈഡ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ബട്ട് ഇൻപുട്ട് സൈഡിൽ നമ്മൾ എന്താണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിനെ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് ഫിക്സഡ് ബയാസിൽ ബാറ്ററിയാണ് കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ സെൽഫ് ബയാസിൽ നമ്മൾ ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള സോഴ്സ് റെസിസ്റ്റൻസുമാണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ വോൾട്ടേജ് ഡിവൈഡറിലേക്ക് വരുമ്പോൾ ആ സോഴ്സ് റെസിസ്റ്റൻസിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇൻപുട്ട് സൈഡിൽ എന്ത് ചെയ്തു, ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കണക്ട് ചെയ്തു. നോക്കൂ, ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ കണ്ടു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്താണെന്നുള്ളത്. രണ്ട് റെസിസ്റ്റൻസിനെ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് അക്രോസിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയും പിന്നെന്താ പറയുക അതിൽ നിന്നും വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യുന്നതിനെയാണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനിൽ നമ്മളൊരു FETയോട് കൂടിയിട്ട് എന്താണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നോക്കൂ, 2 series connected resistors from a voltage divider circuit. The voltage at the gate terminal can be calculated by voltage division rule. ഓക്കെ, നമുക്കതിനകത്തുള്ള എന്താണ് ഗേറ്റിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്കതൊന്നുമല്ല ആവശ്യമുള്ളത്. ഇതിനകത്ത് നമുക്ക് വേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ VDS ഈക്വൽ ടു VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RS. വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനകത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് എക്സ്പ്രഷൻസ് ആണ്. വൺ ഈസ് VG ഈക്വൽ ടു VDD ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ V2 അഥവാ VG ഈക്വൽ ടു VDD ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 എന്നുള്ളത്. നോക്കൂ, നമ്മളിവിടെ ഇതിനകത്ത് പറഞ്ഞു വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഇൻ ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് VG ഈക്വൽ ടു VDD ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 എന്നുള്ളത്. അതുപോലെ തന്നെ ID ഈക്വൽ ടു ഇവിടെ V2 എന്നുള്ളതാണ് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് VG എന്നുള്ളത്. കാരണം V2 ഈക്വൽ ടു VG ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. V2 മൈനസ് ഇവിടെ നമ്മൾ നിങ്ങൾക്കിപ്പോൾ സർക്യൂട്ട് തന്നിട്ടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് V2 ആണോ VG ആണോ കൊടുത്തിട്ടുള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ട് എഴുതാം. ഇപ്പോൾ V2 ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ V2 മൈനസ് VGS ബൈ RS എന്ന് എഴുതാം. നേരെ മറിച്ച് മോസ്റ്റ് കേസിലും VG എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. VG ഈക്വൽ ടു VG മൈനസ് VGS ബൈ RS എന്നാണ് ID. ഡ്രെയിൻ കറണ്ടിൻ്റെ എക്സ്പ്രഷനും ഗേറ്റ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനും അതുപോലെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനുമാണ് വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനിൽ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് VG ഈക്വൽ ടു VDD R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതാണ് വോൾട്ടേജ് ഡിവൈഡർ റൂളാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ദെൻ ID ഈക്വൽ ടു V2 മൈനസ് VGS ബൈ RSും VDS ഈക്വൽ ടു VDD മൈനസ് ID ഇൻറ്റു RD പ്ലസ് RSും ആണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ മൂന്ന് ബയാസിങ്ങിനകത്തും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഉള്ളത് വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽഫ് ബയാസാണ്. അത് തമ്മിൽ മാറിപ്പോകരുത്. മോസ്റ്റ് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഉള്ളത് വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയാസിങ് എന്ന് പറയുന്നത് സെൽഫ് ബയാസിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയാസിങ്ങിനകത്ത് നോക്കാനുള്ളത്. 3 തരത്തിലാണ് ഫിക്സഡ് FETനെ ബയാസിങ് ചെയ്തിട്ടുള്ളത്. ഫിക്സഡ് ബയാസ് എന്നും സെൽഫ് ബയാസ് എന്നും വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷൻ എന്നും. അപ്പോൾ ഈ ബയാസിങ് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് FET എന്നുള്ളൊരു ഡിവൈസ് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ വേണം. അപ്പോൾ FET എന്ന് പറയുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ട്രാൻസിസ്റ്ററാണ്. പിന്നെ ഇതെന്താ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അതാണ് BJTനെക്കാട്ടിലും FETക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് മോസ്ഫെറ്റും JFET എടുക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്നുള്ളത്, അത് മോസ്ഫെറ്റിനാണെന്ന് പറഞ്ഞു. പിന്നെ നോക്കുന്നത് നമ്മൾ FETനെയും BJTൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് യൂണിപോളാർ ഡിവൈസും ബൈപോളാർ ഡിവൈസ് ആണെന്നുള്ളത്. അതുപോലെ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ് FET, കറണ്ട് കൺട്രോൾഡ് ഡിവൈസാണ് BJT എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഈസ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് FETയിൽ.
ലോ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് BJT-യിൽ. ബാക്കി വരുന്ന കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി FET-ക്കാണ്, അതുപോലെ തന്നെ ലോ തെർമൽ സ്റ്റെബിലിറ്റിയാണ് BJT-ക്ക് ഉള്ളതെന്ന് പറഞ്ഞു. സ്വിച്ചിങ് സ്പീഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ FET-ക്കാണ് ഹൈ സ്വിച്ചിങ് സ്പീഡ് ഉള്ളത്, BJT-ക്ക് ലോവർ സ്വിച്ചിങ് സ്പീഡാണ്. ഒരു പക്ഷേ ഇത് ചോദിച്ചേക്കാം, കാരണം കൂടുതൽ സെമി കണ്ടക്ടർ ഡിവൈസസിനകത്തൊക്കെ നമ്മൾ MOSFET ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം തന്നിട്ട് കുറേ ഓപ്ഷൻ, അത് സ്വിച്ചിങ് സ്പീഡ് അതുപോലെയുള്ള കുറേ പാരാമീറ്റേഴ്സ് തന്നേക്കാം, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് തന്നേക്കാം. അവിടെ നമുക്ക് കൂടുതൽ സ്വിച്ചിങ് സ്പീഡ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, സ്വിച്ചിങ് സ്പീഡ് കൂടുതൽ FET-ക്ക് അകത്താണെന്നുള്ളത്. ദെൻ അതിൻ്റെ സിമ്പിൾസ് മനസ്സിലാക്കി. JFET-യുടെ തന്നെ N ചാനലുണ്ട്, P ചാനലുണ്ട്, മോസ്ഫെറ്റിൻ്റെയും N ചാനലുണ്ട്, P ചാനലുണ്ട്. അതുപോലെ BJT-യിൽ നമ്മൾ എമിറ്റർ ബേസ് കളക്ടറിന് പകരം എന്താണ് FET-യിൽ ഗേറ്റ് സോഴ്സ് ഡ്രെയിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ JFET ഉണ്ട്, മോസ്ഫെറ്റ് ഉണ്ട്. JFET-യും FET-നെയും കോമൺ ആയിട്ട് FET എന്ന് തന്നെയാണ് പറയാറുള്ളത്. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ് നമ്മൾ FET എന്ന് തന്നെ പറയാറുള്ളത്. ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് പറഞ്ഞു. ID = IDSS × 1 - VGS/VP². ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക, ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷനാണ്. അതുപോലെ ട്രാൻസ് കണ്ടക്റ്റൻസ് അഥവാ GM-ൻ്റെ ഇക്വേഷൻ എന്തായാലും നോക്കി വയ്ക്കുക. ദാറ്റ് ഈസ് GM = ΔID/ΔVGS. ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് FET ആണ്, പക്ഷേ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് BJT ഈസ് ബീറ്റയാണ്, ബീറ്റ. കാരണം ഞാൻ BJT ആയിട്ട് കമ്പയർ ചെയ്ത് പറയാൻ കാരണം നിങ്ങൾക്ക് BJT ആയിരിക്കും കൂടുതൽ ഫെമിലിയർ ആയിട്ടുണ്ടാവും. FET-നെക്കാളും കൂടുതൽ നമ്മൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ BJT-യിലാണ് എന്താ പറയുന്നത് അക്കാഡമിക് ലെവലിൽ നോക്കുമ്പോൾ ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഓസിലേഷൻസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ആംപ്ലിഫയേഴ്സ് ഒക്കെ ആണെങ്കിലും ക്ലാസ് A ക്ലാസ് B ഒക്കെ നമ്മൾ BJT വെച്ചിട്ടാണ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. കൂടുതൽ BJT-നെ കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ബീറ്റ എന്നുള്ള ഫാക്ടറിന് പകരം FET-നകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് ട്രാൻസ് കണ്ടക്റ്റൻസ് എന്നുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു ΔID/ΔVGS എന്നുള്ളത് നോക്കുക. ദെൻ ഇത് നിങ്ങൾ നോക്കണ്ട, മീൻസ് എന്താ പറയുക, ഇത് കോമൺ ആയിട്ട് മോസ്ഫെറ്റിൻ്റെയും JFET-ൻ്റെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് JFET മതിയാകും തോന്നുന്നു. പിന്നെ അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയേക്കാം. ബയസിങ് നടക്കുന്ന സമയത്ത് N ചാനലിനും P ചാനലിനും എന്താണ് മാറ്റം വരുന്നതെന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇത് നമ്മളൊരു FET-യുടെ എന്താ പറയുക സർക്യൂട്ട് ഡയഗ്രമാണ് കണ്ടിട്ടുള്ളത്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേമാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡ്രെയിൻ കറണ്ട് എപ്പോഴാണോ കോൺസ്റ്റൻ്റ് ആകുന്നത് ആ സമയത്ത് വോൾട്ടേജിനെയാണ് നമ്മൾ പിഞ്ച് ഓഫ് വോൾട്ടേജ് അഥവാ VP എന്ന് പറയുന്നത്. ആ VP-യുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VDD - IDSS × RD എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് തന്നെ ID = IDSS × 1 - VGS/VP². ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, ഡ്രെയിൻ കറണ്ടിൻ്റെ ആക്റ്റീവ് റീജിയനിലുള്ള ഈ ഒരു ഇക്വേഷനെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊരു പ്രോബ്ലം വൈസോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഈക്വേഷനോ ചോദിച്ചേക്കാം. നമുക്ക് VGS-ഉം VP-യും IDSS-ഉം ഒക്കെ തന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET, അതായത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതിൽ നോക്കേണ്ടത് ഇതിൻ്റെ ഗ്രാഫ് എന്ത് വേഴ്സസ് ആണെന്നുള്ളതാണ്. ID വേഴ്സസ് VGS ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ID വേഴ്സസ് VDS ആണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഗ്രാഫിൻ്റെ ആക്സിസുകൾ ഏതാണെന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അവിടെ നോക്കേണ്ടത് ID വേഴ്സസ് VDS അറ്റ് VGS = കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മളിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ പഠിക്കാൻ പറഞ്ഞു. ദെൻ ബയാസിംഗ് ഉണ്ട്, 3 ടൈപ്പാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫിക്സഡ് ബയാസ് ഉണ്ട്, സെൽഫ് ബയാസ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷൻ ഉണ്ട്. ബയാസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിന് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നമ്മുടെ ഡിവൈസ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കമ്പോണൻസ് മാറ്റിയിട്ടും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടും സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. FET-യിൽ പ്രധാനമായിട്ടും 3 ബയാസിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഫിക്സഡ് ബയാസും സെൽഫ് ബയാസും വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷനുമാണ്. ഇപ്പോൾ ഫിക്സഡ് ബയാസിൽ നമ്മൾ പറഞ്ഞു ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത്, അതാണ് അവിടെ ഒരു ബയാസിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ബാറ്ററിയിൽ നമ്മൾ എന്താണ് ഒരു ഫിക്സഡ് വോൾട്ടേജ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ നടത്തുന്നത്. അതുപോലെ
ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ടേംസാണ് വി ജി എസും വി ഡി എസിൻ്റെ എക്സ്പ്രഷനും. ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക സർക്യൂട്ട് മനസ്സിലാക്കുക, അതുപോലെ ഈ എക്സ്പ്രഷനും മനസ്സിലാക്കുക. ദെൻ ബാറ്ററിയാണ് ഇവിടെ ബയസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. ഈ 3 പോയിൻറ്റ്സാണ് ഫിക്സഡ് ബയസ് കോൺഫിഗറേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഒരു പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം രൂപത്തിലും വന്നേക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തത് നമ്മൾ സെൽഫ് ബയാസ് കോൺഫിഗറേഷനാണ് പഠിച്ചിട്ടുള്ളത്. സെൽഫ് ബയാസിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ആ ബാറ്ററിനെ മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് സോഴ്സ് ടു ഗ്രൗണ്ടിലേക്ക് ഒരു റെസിസ്റ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തുള്ള ബയാസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക സോഴ്സ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫിക്സഡ് ബയാസിനകത്ത് ബാറ്ററി ആണെങ്കിൽ സെൽഫ് ബയാസിനകത്ത് RS ആണ് എന്ത് ഇവിടെ അഡീഷണലായി വന്നിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെൽഫ് ബയാസ് എന്ന് പറയുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻസ് ആണ് വി ജി എസ് ഈക്വൽ ടു മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് എന്നുള്ളത്. അതുപോലെ തന്നെ വി ഡി എസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് ഐ ഡി ഇൻറ്റു ആർ എസ് പ്ലസ് ആർ ഡി. ഈ 2 എക്സ്പ്രഷൻസ് ആണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ അടുത്ത ബയാസിംഗ് ആണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സിസ്റ്റം എന്നുള്ളത്, കോൺഫിഗറേഷൻ എന്നുള്ളത്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് നോക്കി, വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്താണെന്നും ഈ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും. ദെൻ നമ്മൾ നമ്മുടെ FETയുടെ സർക്യൂട്ട് എടുത്തു. അതിനകത്ത് എന്താണ് ഇൻപുട്ട് സെക്ഷനിലേക്ക് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കൊടുത്തു. അതായത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്ന് പറയുന്നത് 2 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്താണ് അവിടെ VG എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗേറ്റ് വോൾട്ടേജിന് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷനാണ് VDD R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് ഡ്രെയിൻ കറണ്ടും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും എടുത്തിട്ടുണ്ട്. ഈ 2 എക്സ്പ്രഷൻസും ഇതുമായി ബന്ധപ്പെട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വോൾട്ടേജ് ഡിവൈഡറിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റുള്ള ബയസിങ് ഏതാണെന്ന് ചോദിച്ചാൽ വോൾട്ടേജ് ഡിവൈഡർ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയാസിംഗ് ഓഫ് FET എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ള നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇത് കുറച്ച് എന്താ പറയുക നമ്മളൊന്ന് മെനക്കെട്ട് പഠിക്കേണ്ട സംഭവം തന്നെ, കാരണം അത് ഫുള്ള് മാറിപ്പോകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ട് വെച്ചിട്ട് പഠിച്ചാൽ മതി, എന്നിട്ട് അത് മൈൻഡിൽ പതിപ്പിക്കുക. അത് മാത്രമേ ഇതിന് നിവൃത്തിയുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വൽ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും മാറിപ്പോകും. മാറിപ്പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാറിപ്പോവില്ല. പക്ഷെ ഇത് നമ്മളിപ്പോൾ എന്താണ് ഇവിടെ ജസ്റ്റ് സർക്യൂട്ടും അതിൻ്റെ എക്സ്പ്രഷൻസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഡൗട്ടില്ലേ? എല്ലാം ക്ലിയർ ആണോ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കയറുന്ന ടോപ്പിക് അല്ലല്ലോ. ഇതൊരു പക്ക ഇലക്ട്രോണിക്സ് വരുന്ന ഒരു ഏരിയ ആണ്. അത് നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? ഡൗട്ടൊന്നും ഇല്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? അതെ അതെ, ചാർജ് കാരിയേഴ്സ് ഒരുപാട് PG പഠിച്ചിട്ട് ഗ്യാപ്പ് വന്നോണ്ട് ബേസ് ഓർമ്മയില്ല. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ BJTൻ്റെ കേസിൽ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നു. NPN എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ, അതായത് ഇലക്ട്രോൺസ് കൂടുതലുള്ള വാലൻസ് ഇലക്ട്രോൺസ് കൂടുതലുള്ളൊരു മെറ്റീരിയൽ എടുക്കുന്നു. ഒരു P ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നു, അതായത് അവിടെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് കുറവായിട്ട് അവിടെ ഹോൾസ് ആണ് ഉണ്ടാവുക. ആ ടൈപ്പിലുള്ളൊരു മെറ്റീരിയലിൽ നമ്മൾ സാൻഡ്വിച്ചിങ് ആണ് ശരിക്കും ചെയ്യുന്നത്. NPN എന്ന് പറയുമ്പോൾ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ, ഒരു P ടൈപ്പ് മെറ്റീരിയൽ, വീണ്ടും ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ. ഇതിന് മൂന്നിനെയും കൂടെ സാൻഡ്വിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, BJTയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ N എന്ന് പറയുമ്പോൾ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ, ദാറ്റ് മീൻസ് വാലൻസ് ഇലക്ട്രോൺസിൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ എന്തായിരിക്കും ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഇത് ബേസ് ആണെങ്കിൽ എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം.
അപ്പോൾ ഈ എൻ ടൈപ്പ് മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺസ് ആണ് അവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന് ചാർജ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഈ പി ടൈപ്പ് മെറ്റീരിയലിലേക്ക് വരുമ്പോൾ അവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹോൾസ് ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ പി എൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും എൻ ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. ദാറ്റ് മീൻസ് നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എൻ ചാനൽ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ആണ് ചാർജ് കൂടുതലായിട്ട്. എന്തായാലും എൻ പി എന്ന് വരുമ്പോൾ അവിടെ ഇലക്ട്രോൺസും ഉണ്ടാകും ഹോൾസും ഉണ്ടാകും. പക്ഷെ അത് കൗണ്ട് ചെയ്യുമ്പോൾ നമ്പേഴ്സ് കൂടുതൽ വരുന്നത്, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ ചാർജ് ക്യാരി ചെയ്യുന്നത് ഹോൾസിനേക്കാളും കൂടുതലും ഇലക്ട്രോൺസ് ആയിരിക്കും. പക്ഷേ വേറാസ് ഇൻ പി എൻ പിയിൽ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് പി ടൈപ്പ് സബ്സ്റ്റൻസിൻ്റെ ഇടയ്ക്ക് ഒരു എൻ ചാനലാണ് അതിൻ്റെ നടുക്ക് നമ്മൾ ഐസൊലേഷന് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കൂടുതൽ? ഹോൾസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇലക്ട്രോൺസ് ചാർജസും എന്നിൻ്റെ ഇലക്ട്രോൺസ് അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. പക്ഷെ അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഡിവൈസ് എടുക്കുന്ന സമയത്ത് ഇതിനെങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യാം. എൻ പി എൻ വെച്ചിട്ട് ചെയ്താലും അതൊരു ട്രാൻസിസ്റ്റർ തന്നെയാണ്. പി എൻ പി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രാൻസിസ്റ്റർ തന്നെയാണ്. പക്ഷെ നമ്മളുടെ അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മളത് എൻ പി എൻ വേണോ പി എൻ പി വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. കൂടുതൽ ഇലക്ട്രോൺസ് ആണോ ചാർജ് കാരിയേഴ്സ് ആയിട്ട് വേണ്ടത്, കൂടുതൽ ഹോൾസ് ആണോ ചാർജ് കാരിയേഴ്സ് ആയിട്ട് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്ററിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നതിന് എൻ ചാനൽ എന്നും, ഹോൾസ് ആണ് കൂടുതൽ ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പി ചാനൽ എന്നും പറയും. അതാണ് എന്നും പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ നമ്മുടെ ഈ BJT-യിലെ എമിറ്ററും കളക്ടറും ഡോപ്പ് ചെയ്യുന്നത്, എമിറ്ററും കളക്ടറും ഹെവിലി ഡോപ്പ് ചെയ്തിട്ട് ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ് വരുന്നത്. അതുപോലെ FET-യിൽ എങ്ങനെയാ സോഴ്സ് ഗേറ്റ് ഡ്രെയിൻ ബേസിൽ? ഇവിടെ നമ്മൾ ഡോപ്പിങ്ങിൻ്റെ കാര്യം അത് എങ്ങനെയാണെന്നുള്ളത് കണക്ട് ചെയ്ത് പറയേണ്ടത് എനിക്കൊന്ന് നോക്കേണ്ടി വരും. ഞാൻ നാളത്തെ ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്തിട്ട് പറയാം. എനിക്കറിയാവുന്നൊരു വേഗ ഐഡിയ ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന രീതിയിൽ ഞാൻ നാളെ നോക്കിയിട്ട് പറയാം. ഓക്കെ, വേറെ ഡൗട്ട്? നിങ്ങൾക്കിത് വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്കിത് കിട്ടിയോ PDF നിങ്ങളുടെ ഇന്നത്തെ ഒക്കെ? ഹലോ, പിങ്ക് ഓഫ് വോൾട്ടേജിന്റെ ഗ്രാഫ് ഒന്നും ഫോണിൽ കാണുന്ന കാരണം ശരിക്കും കാണാൻ പറ്റുന്നില്ല. പാരാമീറ്റേഴ്സ് അവിടെ എടുത്തിരിക്കുന്ന എക്സും വൈയും ഒക്കെ എന്താണെന്ന് പറയാമോ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ.